ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 23 കറണ്ട് അഫയേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. ആദ്യം നോക്കുന്നത് ഗുംട്ടി റിവറിനെ കുറിച്ചിട്ടാണ്. ത്രിപുരയിലുള്ള ഒരു റിവറാണ് ഗുംട്ടി റിവർ. അപ്പോൾ ആ ഒരു റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാം ഈ അടുത്തിടെ തുറന്നിട്ട് അത് കാരണം ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നിട്ടുള്ളൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ ഇന്ത്യ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ ഗുംട്ടി റിവർ ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ഡുംബൂർ ലേക്ക്, Tripura, has a length of approximately 150 kilometer and flows southwards through Tripura and then into Bangladesh, finally joins with the Meghna River. അപ്പോൾ ത്രിപുരയിലുള്ള ഡുംബൂർ ലേക്കിൽ നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത്. 150 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ത്രിപുരയിലൂടെ ട്രാവൽ ചെയ്ത് ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷം മേഘ്ന റിവറുമായിട്ട് ബംഗ്ലാദേശിൽ വെച്ച് മേഘ്ന റിവറുമായിട്ട് ചേർന്നിട്ട് അവസാനം പോയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുക. ഈ ഒരു റിവറിൽ പ്രധാനമായിട്ട് 2 പ്രോജക്ട്സ് ആണുള്ളത്. ഒന്ന് ഗുംട്ടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. അത് ഡുംബൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം അത്യാവശ്യം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ത്രിപുരയിൽ. അപ്പോൾ അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക് പവറിൽ നിന്ന് ഒരു 40 മെഗാവാട്ട് ബംഗ്ലാദേശിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗുംട്ടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. പിന്നെ ഗുംട്ടി ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്. അത് ത്രിപുരയിലെ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗുംട്ടി ഇറിഗേഷൻ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഹാസ് റെഫ്യൂട്ടഡ് അലിഗേഷൻസ് ദാറ്റ് റീസെന്റ് ഫ്ലഡ്സ് ഇൻ ഈസ്റ്റേൺ ബംഗ്ലാദേശ് വെയർ കോസ്ഡ് ബൈ ഓപ്പണിംഗ് ഓഫ് ഡുംബൂർ ഡാം ഓവർ ഗുംട്ടി റിവർ ഇൻ ത്രിപുര. അതായത് ഗുംട്ടി റിവറിനെ ക്രോസ് പണിതിരിക്കുന്ന ഡുംബൂർ ഡാം തുറന്നത് കാരണമാണ് ഈസ്റ്റേൺ ബംഗ്ലാദേശിൽ ഫ്ലഡ് ഉണ്ടായത് എന്നുള്ള ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞു എന്നിട്ടാണ് ഇപ്പൊ ന്യൂസ് വന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റിവറും അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കി വെക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് കക്കരാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ആ ഒരു പവർ സ്റ്റേഷൻ അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ അഥവാ 100% കപ്പാസിറ്റിയിൽ അതിന്റെ ഓപ്പറേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കാം. കക്കരാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷൻ. It is India's second indigenous 700 megawatt nuclear power reactor, CAPS-4, located at CAPS in Gujarat, has begun operating at full capacity. അപ്പോൾ ഈ ഒരു കക്കരാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷനിൽ 4 റിയാക്ടറുകളാണുള്ളത്. അതിൽ ഓൾറെഡി ആദ്യത്തെ 2 ഓൾറെഡി ഓപ്പറേഷണൽ ആണ്. അതിൽ തേർഡ് വണ്ണും സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തേർഡ് റിയാക്ടറിന്റെ ട്വിൻ ആയിട്ട് വരുന്നതാണ് CAPS-4 എന്ന് പറയുന്ന റിയാക്ടർ. അതാണിപ്പോ 100% ഓപ്പറേഷണൽ ആയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ സ്വയം ബിൽഡ് ചെയ്ത അഥവാ ഇൻഡിജിനസ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. 700 മെഗാവാട്ട് ആണ് ഇതിന്റെ കപ്പാസിറ്റി. CAPS-3യുടെയും 700 മെഗാവാട്ട് തന്നെയാണ്. അപ്പൊ ഇത് ട്വിൻ ആണ് CAPS-3യും CAPS-4ഉം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് CAPSന്റെ എനർജി പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്തിലാണ് കക്കരാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. This milestone follows successful operation of its twin unit CAPS-3, demonstrating effectiveness of India's homegrown 700 megawatt pressurized heavy water reactor design. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിന്റെ ഡിസൈൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റി എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പൊ CAPS-3യും CAPS-4 എന്ന് പറയുന്നത്. The power level increase was അപ്രൂവ്ഡ് ബൈ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡി. അതായത് CAPS-4 90% ഓപ്പറേഷണൽ. ഇപ്പൊ 100% ഓപ്പറേഷണൽ ആയത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡി അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ is currently constructing 14 more reactors of the same design expected to be operational by 2031-32. 2031-32 കൂടി ഈ രീതിയിലുള്ള 14ഓളം റിയാക്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള കൺസ്ട്രക്ഷൻ ഓൾറെഡി ഇന്ത്യ നടത്തുന്നുണ്ട്. അപ്പൊ കക്കരാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. 700 മെഗാവാട്ട് ആണ്. 4 റിയാക്ടർ ആണുള്ളത്. അതിലിപ്പോ 4ാമത്തെ റിയാക്ടറിന്റെ ഫുൾ കപ്പാസിറ്റി ഓപ്പറേഷണലൈസേഷൻ ഇപ്പൊ നടക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ
വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ 3ാമത്തെ എഡിഷൻ ഇപ്പോൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു. വെർച്വൽ ആയിട്ടായിരുന്നു ആ ഒരു സമ്മിറ്റ് നടന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. വോക്സ് യുണൈറ്റ്സ്, എന്താണ് ഈ വോക്സ് എന്ന് പറയുന്ന സംഘടന എന്നുള്ളത് നോക്കുന്നത്, അല്ലെങ്കിൽ സമ്മിറ്റ് എന്താണ്? വോക്സ് unites global south countries to share perspectives on issues aligned with the philosophy of വസുദൈവ കുടുംബകം. അതായത് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ഒരു ഫിലോസഫി മുന്നിൽ പിടിച്ചുകൊണ്ട് ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങളെല്ലാവരും കൂടി യുണൈറ്റ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നതാണ് വോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സമ്മിറ്റ്. ഇന്ത്യ ഹോസ്റ്റഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോക്സ് ഇൻ ജാനുവരി ആൻഡ് നവംബർ 2023. 2023 ജനുവരിയിലും നവംബറിലും ആയിട്ട് ആദ്യത്തെ 2 വോക്സ് സമ്മിറ്റുകൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു. വെർച്വലി ആണ് നടന്നതും. ഇന്ത്യ ഹോസ്റ്റഡ് തേർഡ് വോക്സ് പ്രപ്പോസിംഗ് എ ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്ട് ടു ഷെയർ ഇറ്റ്സ് ഡെവലപ്മെന്റൽ എക്സ്പീരിയൻസ് വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് അതിന്റെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്ട് ആണ്. ആ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ സഹകരിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇന്ത്യ തേർഡ് ബോക്സിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തേർഡ് ബോക്സിന്റെ തീം വരുന്നത് ആൻ എംപവേർഡ് ഗ്ലോബൽ സൗത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അതായത് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് എംപവേർഡ് ആയിട്ടുള്ള ഗ്ലോബൽ സൗത്ത് വരണം എന്നുള്ളതാണ് 3ാമത് ബോക്സിന്റെ തീം വരുന്നത്. വെർച്വൽ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 123 കൺട്രീസ് ആണ് ഇപ്പൊ തേർഡ് ബോക്സിൽ ജോയിൻ ചെയ്തത്. അതിൽ ചൈനേനെയും പാകിസ്ഥാനെയും ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല. അത് ഗ്ലോബൽ സൗത്തിൽ വരുന്നതാണെങ്കിലും ആ 2 കൺട്രീസിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല. 123 കൺട്രീസ് ആണ് ജോയിൻ ചെയ്തത്. ഇത്രയും ഡീറ്റെയിൽസ് ബോക്സിനെ കുറിച്ച് മനസ്സിലാക്കുക. അടുത്തത് ഇന്ത്യയുടെ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന 3 പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ ലോഞ്ച്ഡ് 3 ന്യൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതിന്റെ പേര് വരുന്നത് പ്രോംപ്റ്റ്, ഡ്രിപ്സ്, ജൽ വിദ്യുത് DP എന്നുള്ളതാണ്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അഥവാ CEA ആണ്. മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി വരുന്നത്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CEA ആണ്. അതിൽ പ്രോംപ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്യാനായിട്ട് NTPCയുടെ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോമും എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഇൻ പവർ സെക്ടർ. അതായത് പവർ സെക്ടറിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യക്ഷമതയോടുകൂടി നല്ല സുതാര്യമായിട്ട് നല്ല ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഈ 3 പ്ലാറ്റ്ഫോംസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഓരോന്നും എന്തിന് അല്ലെങ്കിൽ ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം പ്രോംപ്റ്റ്. പോർട്ടൽ ഫോർ ഓൺലൈൻ മോണിറ്ററിംഗ് ഓഫ് പ്രോജക്ട്സ് തെർമൽ allows real-time tracking and analysis of thermal power projects under construction in India. അപ്പൊ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് തെർമൽ പവർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ പവർ പ്രോജക്ട്സിനെ അനലൈസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പ്രോംപ്റ്റ്. അപ്പൊ അത് മനസ്സിലാക്കുക. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്രോജക്ട്സിനെ അനലൈസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത് ജൽ വിദ്യുത് DPR. അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് ജൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജലമാണ് അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ളതാണ് ജൽ വിദ്യുത് DPR. നോക്കാം. മോണിറ്ററിംഗ്, സർവേ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആക്ടിവിറ്റീസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആൻഡ് പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്ട് പ്രൊവൈഡ്സ് റിയൽ ടൈം അപ്ഡേറ്റ്സ് ഓൺ ഹൈഡ്രോ ഇലക്ട്രിക് ആൻഡ് പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്ട്സ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഇംപ്രൂവിംഗ് കോർഡിനേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സിനെ ഇത് നേരത്തെ പറഞ്ഞ പോലെ മാനേജ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ജൽ വിദ്യുത് DPR ചെയ്യുന്നത്. അടുത്തത് ഡ്രിപ്സ് എന്ന് പറയുന്നതാണ്. ഡിസാസ്റ്റർ റിസോഴ്സ് ഇൻവെന്ററി ഫോർ പവർ സെക്ടർ. ഡിസാസ്റ്റർ റിസോഴ്സ് ഇൻവെന്ററി ഫോർ പവർ സെക്ടർ. ഇപ്പൊ ഡിസാസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അതായത് എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് അവിടെ ഉണ്ടാവുന്ന ഈ പവർ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പവർ ഡിസ്റപ്ഷൻസ് പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോംപ്റ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണ് ഇത് ഡ്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിപ്സ് പോർട്ടൽ ഇസ് ഡിസൈൻ ടു ക്വിക്ക്ലി ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് പവർ ഡിസ്റപ്ഷൻ കോസ്ഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സൈക്ലോൺസ്, എർത്ത് ആൻഡ് ഫ്ലഡ്സ്. അപ്പൊ ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന പവർ ഡിസ്റപ്ഷൻസിന് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പോർട്ടലാണ് ഡ്രിപ്സ്. അതിന്റെ ഫുൾ ഫോം ഡിസാസ്റ്റർ റിസോഴ്സ് ഇൻവെന്ററി ഫോർ പവർ സെക്ടർ എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോമും മിനിസ്ട്രി ഓഫ് പവർ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്രോജക്ട്സ്
അനലൈസ് ചെയ്യാൻ, ജൽവിദ്യുത് DPR എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സിന്, DRIPS എന്ന് പറയുന്നത് ഡിസാസ്റ്റർ സമയത്തെ പവർ ഡിസ്റപ്ഷൻസ് മാനേജ് ചെയ്യാൻ. അപ്പൊ ഇത്രയും ഈ 3 പ്ലാറ്റ്ഫോംസ് ക്ലിയർ ആയിട്ട് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് അടുത്തൊരു സമ്മിറ്റ് ആണ്, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് അഥവാ വേവ്സ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്. അപ്പൊ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, എന്റർടൈൻമെന്റുമായി അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമ്മിറ്റ് ആണ്. ആൻഡ് ഇന്റർനാഷണൽ സമ്മിറ്റ് ഓർഗനൈസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആണ് ഈ ഒരു ഇന്റർനാഷണൽ സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യത്തെ എഡിഷൻ നവംബർ 20 മുതൽ 24 വരെ ഗോവയില്, ഇന്ത്യയിലെ ഗോവയിൽ വെച്ച് നടക്കാൻ പോവാണ്. ഫസ്റ്റ് എഡിഷൻ will takes place from 20 to 24 November 2024 in Goa. Waves is designed to promote sustainable growth in media and entertainment industry. It will help attract global trade and investment to India, positioning the country as a key player in global entertainment landscape. അതായത് എന്റർടൈൻമെന്റ് ആൻഡ് മീഡിയ ഇൻഡസ്ട്രിയുടെ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ ഇത് ഇന്ത്യയിൽ ഇപ്പോ നടക്കുന്നതിന്റെ കാരണം ഇന്ത്യയിലേക്ക് ഈ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, ട്രേഡ് കൊണ്ടുവരിക, അങ്ങനെ ഇന്ത്യനെ ഒരു ഗ്ലോബൽ എന്റർടൈൻമെന്റ് ലാൻഡ്സ്കേപ്പിൽ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഹാസ് ലോഞ്ച്ഡ് 25 challenges as part of ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 1 ഫോർ വേവ്സ്. അപ്പോൾ ഈ അടുത്തിടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഒരു പുതിയ ചാലഞ്ച് ലോഞ്ച് ചെയ്തു. 25 challengesന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 1, ഈ വേവ്സിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ചാലഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേവ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ആണ്. ഫസ്റ്റ് സമ്മിറ്റ് ഇന്ത്യയിലെ ഗോവയിലാണ് നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഒറാങ്ങൂട്ടാൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കാം. പ്ലാൻ സജസ്റ്റഡ് ഗിഫ്റ്റിംഗ് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് orangutans to countries that purchase Malaysian palm oil inspired by China's പാണ്ട ഡിപ്ലോമസി. അതായത് ചൈന പണ്ട് ലോഞ്ച് ചെയ്തിരുന്ന ഒരു ഡിപ്ലോമസിയാണ് പാണ്ട ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതിനെ അനുകരിച്ചുകൊണ്ട് മലേഷ്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ഒറാങ്ങൂട്ടൻ ഡിപ്ലോമസി. അതിൽ അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മലേഷ്യൻ പാം ഓയിൽസ് പർച്ചേസ് ചെയ്യുന്ന കൺട്രീസിന് എന്ത് ചെയ്യും, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒറാങ്ങൂട്ടാൻസിനെ അവർ ഗിഫ്റ്റ് ചെയ്യും എന്നാണ് ഒരു ഡിപ്ലോമസിയിൽ അവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു പ്ലാൻ ഭയങ്കരമായിട്ട് ഓപ്പോസിഷൻ വന്നു. കാരണം ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവൻ അത് ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അതിന്റെ പോപ്പുലേഷനെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം എല്ലാ കൺസർവേഷനിസ്റ്റും ഒക്കെ പറഞ്ഞത് കാരണം എന്തായി, ഈ ഒരു പ്ലാൻ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോ മലേഷ്യൻ ഗവൺമെന്റ് അതിനെ റീപ്ലാൻ ചെയ്തിരിക്കുന്നത്. However, this approach faces significant backlash from wildlife conservationists who criticized it as a hypocritical and harmful, given the link between palm oil production and deforestation, which threatens orangutan habitats. അതായത് ഈ ഒരു ഡിപ്ലോമസി ഭയങ്കര മോശമാണ്, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതായത് ഇങ്ങനെ പാം ഓയിൽ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ഡിഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അത് ഈ ഒറാങ്ങൂട്ടാൻ ഹാബിറ്റാറ്റ്സ് ഒക്കെ നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാട്ടി. ഇൻ റെസ്പോൺസ് ടു ദ ക്രിറ്റിസിസം, മലേഷ്യ ഹാസ് നൗ ഓൾട്ടേർഡ് ദ പോളിസി. ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ഒറാങ്ങൂട്ടാൻസ് അബ്രോഡ്, ഇമ്പോർട്ടേഴ്സ് ഓഫ് ദി മലേഷ്യൻ palm oil will be offered the opportunity to sponsor orangutans. അപ്പൊ ഇവര് ഈ ഒരു ക്രിറ്റിസിസം വന്നപ്പോ ഇവരുടെ പോളിസിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിന് പകരം ഒറാങ്ങൂട്ടൻസിനെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതാക്കി. അപ്പൊ അതായത് അവര് എന്ത് ചെയ്യും, ആ ഒരു നാട്ടിൽ ഒരു ഒറാങ്ങൂട്ടാനെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി, അതിനെ നല്ല രീതിയിൽ വളർത്താനുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്പോൺസർഷിപ്പ് യൂസ് ചെയ്യും. The funds from these sponsorship will be used for conservation efforts within Malaysia, ensuring that orangutans remain in the natural habitat. അപ്പോൾ അത് ആ സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇവരെ വളരാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ വേറെ രാജ്യങ്ങളിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് അതിന് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ ഇതിന് നല്ല രീതിയിൽ വളരാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് ആക്കി മാറ്റി ഈ ഒരു പ്രോഗ്രാം.
ഒറാങ്ങോട്ടൻ ഡിപ്ലോമസി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച രാജ്യം മലേഷ്യയാണ്. പക്ഷെ അത് മാറ്റിയിട്ട് ഗിഫ്റ്റ് ചെയ്യാന്നുള്ളതിന് പകരം സ്പോൺസർ ചെയ്യാന്നുള്ളതാക്കി ചേഞ്ച് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. എല്ലാവർക്കും എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.